മദ്യനയം ഉഡായിപ്പ് കൊണ്ടൊന്നും തീരുകയുമില്ല, ആളുകൾ കുടിക്കാതിരിക്കുകയില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അച്ചടക്കമോടെ ഉള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ പോലീസില്ല, പട്ടാളമില്ല, ഒന്നുമില്ല. സ്വയം അവർ ക്യൂ നിന്നോളും. നമ്മൾ ഈ ടൂറൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ യാത്രയൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ ചില ബാറുകൾ ഇരിക്കുന്നത്, ഈ ഔട്ട്ലെറ്റുകൾ ഇരിക്കുന്നത്, ബാറല്ല ഔട്ട്ലെറ്റുകൾ ഇരിക്കുന്നത്, ബെഫ്കോ ഔട്ട്ലെറ്റ് ഇരിക്കുന്നത് 2ാം നിലയിലാണ്. അപ്പോൾ 1ാമത്തെ നിലയിലേക്ക് എനിക്കൊന്ന് കരുനാപ്പള്ളി ഭാഗത്ത് മറ്റുമാണ് ഈ കമ്പിയാണ് താഴോട്ടുള്ള ഒരു സ്റ്റെയർ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പിയിൽ ചവിട്ടി വേണം നിൽക്കാൻ ആളുകൾ. അതിരാവിലെ അതുവഴി ജീപ്പിൽ കാറിൽ പോയപ്പോൾ അതിരാവിലെ തന്നെ ആളുകൾ ഈ കമ്പി തൂങ്ങിക്കിടക്കുന്ന കാണാം. ആർക്കും ഒരു പരാതിയില്ല, ഒരു ബഹളമില്ല. കാര്യം എന്താണ്? കണ്ണ് കാണിക്കും, തുറന്നു പറഞ്ഞാൽ ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ശല്യമില്ല. നിശബ്ദമായി വാങ്ങും, നിശബ്ദമായി കൊണ്ടുവച്ച് കുടിക്കും, നിശബ്ദമായി കുടുംബങ്ങളെ കൊല്ലും. ഇതിൽ മദ്യം വീര്യം കൂടിയതുമുണ്ട്, വീര്യം കുറഞ്ഞതുമുണ്ട്. വീര്യം കൂടിയ മദ്യത്തിന് 240 ശതമാനമാണ് ടാക്സ്. എന്ന് പറഞ്ഞാൽ 300 രൂപയുടെ മദ്യം, വിലയുള്ളൊരു മദ്യം 240 രൂപ കൂടെ കൊടുക്കുമ്പോൾ 300 240 240 480 പിന്നെ 240 720 രൂപ കൊടുത്താൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. വലിയ വില കൊടുത്താലേ കിട്ടുകയുള്ളൂ. എന്നിട്ടും ആളുകൾക്ക് കുടിക്കൊന്നും ഒരു കുറവില്ല. സന്തോഷം വന്നാലും കുടിക്കും, സങ്കടം വന്നാലും കുടിക്കും. അമ്മ ചത്തുപോയാലും കുടിക്കും, കുഞ്ഞ് ജനിച്ചാലും കുടിക്കും, വീട്ടിൽ ആഘോഷം വന്നാലും കുടിക്കും, ഓണം വന്നാലും കുടിക്കും, ക്രിസ്മസ് വന്നാൽ കുടിക്കും. അതായത് സന്തോഷത്തിനും സങ്കടത്തിനും ചെലവ് ചെയ്യാനും എല്ലാം പറ്റുന്ന ഒരു സാധനമാണ് ഈ മദ്യം. അങ്ങനെ ഭൂമിയിലൊരു സാധനം വേറെ ഇല്ല. സന്തോഷം വന്നാൽ ഇപ്പം ഫുഡൊക്കെ സന്തോഷം വന്നാൽ കഴിക്കും, സങ്കടം വന്നാൽ ആരെങ്കിലും ഒരുപാട് ഫുഡ് വരെ കഴിക്കില്ല. അതേസമയം മദ്യം അങ്ങനല്ല. ഏറ്റവും വലിയ പ്രത്യേകത, സന്തോഷം വന്നാലും ഒരുപാട് കുടിക്കാം, സങ്കടം വന്നാലും ഒരുപാട് കുടിക്കാം. എന്തൊരു നല്ല മനോഹരമായ വസ്തുവാണെന്നറിയാം. എന്നാൽ കേരളത്തിൽ മദ്യവർജനമാണ് നയം എന്ന് എല്ലാ മുന്നണിയും പറയും. അതിനുള്ള എന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ബിഗ് സീറോയാണ്. കുട്ടികളിലെങ്കിലും ഇത് വളർന്നു വരുന്ന തലമുറയിലെങ്കിലും ഇതിൻ്റെ ശീലം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയും നമ്മൾ വലിയ ശൂന്യതയാണ്. മദ്യനിരോധന സംഘടനകൾ എൻ.വി. മന്മഥൻ സാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വലിയ തോതിലാണ് കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ മദ്യവർജന സമിതിയൊക്കെ പ്രവർത്തിച്ചത്. ഇപ്പോഴും അവരൊക്കെ ഉണ്ട്, വളരെ കുറച്ച് ആളുകളുണ്ട്. അവരിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ യാതൊരു കാര്യമില്ല. ഡി അഡിക്ഷൻ സെൻ്ററുകളൊക്കെ ഉണ്ട്. കൃത്യമായി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ബക്കാഡിയ എന്ന കമ്പനിയുടെ മദ്യം ഇവിടെ വരുന്നതിൽ 89 മുതൽ 100% മറ്റേ അവർ വില ചോദിച്ചു. അത് കൂട്ടിക്കൊടുക്കണം, ടാക്സ് കുറച്ച് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ടാക്സ് ഫിക്സ് ചെയ്യുന്ന ഒരു ഫയൽ LDFൻ്റെ കാലത്ത് കിടന്ന് അടിച്ചടിച്ച് അവസാനം അത് ഫിനാൻസിലെത്തി. ഈ ഗവൺമെൻറ് കാലത്ത് അത് നിയമമായി, അത് ഓർഡറായി. അപ്പോഴാണ് വലിയ തർക്കങ്ങളും. ഇനിയിപ്പോൾ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പറയുന്നത് ഇത് UDFൻ്റെ യോഗത്തിൽ വെച്ച് തീരുമാനിക്കും. പക്ഷേ ഇപ്പോൾ തന്നെ 2 അഭിപ്രായം പുറത്ത് വന്നിട്ടുണ്ട്. CP ജോണിനെ പോലെയുള്ള, അതുപോലെ തന്നെ ഷിബു ബേബി ജോണിനെ പോലെയുള്ള മന്ത്രിമാർ പറയുന്നത് വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കുന്നത് നല്ലതല്ലേ, ടാക്സ് കുറച്ചുകൊണ്ട് കൊടുക്കുന്നത് നല്ലതല്ലേ, ആളുകൾ വീര്യം കൂടിയ, കുഴപ്പം കൂടിയ, ഹാംഫുള്ളായ മദ്യത്തിലേക്ക് പോവില്ലല്ലോ, നല്ലതല്ലേ എന്നൊരു ചോദ്യമുണ്ട്. മദ്യത്തിൽ നിന്ന് സമ്പൂർണ്ണമായി ഒഴിവാക്കുക എന്ന് പറയുന്നതും അപ്രായോഗികമായ ഒരു വിഷയമാണ്. കാരണം ആളുകൾ ഞാൻ ഈ പറഞ്ഞ പോലെ സന്തോഷം വന്നാലും കുപ്പി, സങ്കടം വന്നാൽ ബോട്ടിൽ. അപ്പോൾ ഇതുകൊണ്ട് ആളുകളെ നമുക്ക് ഒരു കാരണവശാലും എതിർത്ത് തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു ശീലമായി, മറ്റതുപോലെ അത്ര ഹാംഫുള്ളും അല്ല, ലഹരി പദാർത്ഥങ്ങൾ പോലെ ഭയങ്കരമായി ഹാംഫുൾ അല്ല. പക്ഷേ ഇത് റെസ്ട്രിക്റ്റഡ് ചെയ്ത് കുടിക്കാൻ പഠിക്കുന്ന ഒരു സമൂഹമായിട്ടൊക്കെ നമുക്ക് എങ്ങനെ മാറാൻ കഴിയും? കുടിക്കുന്നവർ ഒട്ടും കുടിക്കാതിരിക്കുന്നതാണ് മാന്യത. നമ്മളൊന്നും ഒട്ടും കുടിക്കുന്നവരല്ല. പക്ഷേ ഒട്ടും കുടിക്കാതെ പറ്റിയില്ലെങ്കിൽ വളരെ റെസ്ട്രിക്റ്റഡായി ഡിസിപ്ലിൻഡായിട്ട് ഇത് ഉപയോഗിക്കാനും ഫുഡ് ഉപയോഗിക്കാനും ഒക്കെ പഠിക്കുന്ന ഒരു സമൂഹമായി ഇതെങ്ങനെ മാറും? ഒരു ഗ്ലാസ്, ഒരിക്കൽ സന്തോഷ് കുളങ്ങര പറയുകയായിരുന്നു, ഒരു അര ഗ്ലാസ് ബ്രാൻഡി എടുത്ത് അതിനകത്തൊരു ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് അത് വൈകുന്നേരം വരെ ഇരുന്ന് വേണമെങ്കിലും ഒരു സായിപ്പ് സിബായിട്ട് കുടിക്കും. നമ്മളിവിടെ ലിറ്റർ കണക്കിനാണ് എടുത്ത് മോന്തുന്നതെന്നാണ്, എൻ്റെ വാചകമല്ല, സന്തോഷ് കുളങ്ങര പറഞ്ഞതാണ്. അപ്പം ലിറ്റർ കണക്കിന് പശു വെള്ളം കുടിക്കും പോലെ ഇവിടെ എടുത്ത് മോന്തിയാൽ കരളടിച്ചു പോകും, പിന്നെ കിഡ്നി അടിച്ചു പോകും, ഹാർട്ട് അടിച്ചു പോകും. മാത്രമല്ല ഷുഗർ ഉള്ളവരാണ് കഴിക്കുന്നതെങ്കിൽ വേറെ കുഴപ്പങ്ങൾ വരും. അതിലുപരി കുടുംബത്തിൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ള, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള, വസ്ത്രം വാങ്ങാനുള്ള, പുസ്തകം വാങ്ങാനുള്ള പൈസ ഭാര്യയ്ക്ക് സ്ത്രീകളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കുന്നത്. സ്വന്തം ഭർത്താവ് അല്ലെങ്കിൽ സ്വന്തം പിതാവ്, സ്വന്തം സഹോദരനൊക്കെ ഇങ്ങനെ പോലീസും കേസും
മദ്യത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ടി വരുമ്പോൾ ആ സ്ത്രീകൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥ നമുക്ക് പറയാനൊക്കെ എളുപ്പമാണ്. അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയാൻ കഴിയുകയുള്ളൂ. നമ്മൾ അങ്ങനെ എത്രയോ സ്ത്രീകളുടെ കണ്ണുനീരാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ മദ്യവർജനം എന്നൊരു നയമുണ്ടെങ്കിൽ ദയവായി അതിൽ വലിയ കോൺസെൻട്രേഷൻ കൊടുക്കണം. വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുന്ന പോലെ കള്ള് വലിയ അപകടകാരിയല്ല, നീര വലിയ അപകടകാരിയല്ല, അതുപോലെ മറ്റ് ജ്യൂസുകൾ ഒരുപാട് ഉണ്ട്, ധാരാളമായി വീര്യം കുറഞ്ഞ ജ്യൂസുകളുണ്ട്. അത് കുടിക്കുന്ന നൊങ്ക് പോലുള്ള സാധനങ്ങൾ, പനങ്കള്ള് പോലുള്ള സാധനങ്ങൾ, ഇതൊക്കെ കൊടുക്കുന്നതിൽ, ഇതൊക്കെ പ്രചരിപ്പിക്കുന്നതിൽ ഗവൺമെൻറ് കൂടുതൽ ശ്രദ്ധ ക്ഷണിക്കണം. അതുപോലെ തന്നെ മദ്യം വീര്യം കുറഞ്ഞതാണ് കൊടുക്കേണ്ടത്, തീർച്ചയായിട്ടും വീര്യം കൂടിയതല്ല കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ പിന്നെ മദ്യവർജനത്തിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ബോധവൽക്കരണവും പ്രവൃത്തിയും അതിനുള്ളൊരു സാമൂഹ്യ അന്തരീക്ഷവും ഉണ്ടാക്കിയെടുത്താൽ ക്രിമിനൽ സംഘങ്ങൾ കുറയും, കുടുംബങ്ങൾ ഭദ്രമാകും, സ്ത്രീകളുടെ കണ്ണുനീര് കുറയും, അതുകൊണ്ട് ഒരുപാട് കുട്ടികളുടെ കണ്ണുനീര് കുറയും, ഒരുപാട് നല്ല കാര്യങ്ങൾ സമൂഹത്തിലുണ്ടാകും. അപ്പോൾ ആ നിലയിലുള്ള ഒരു മദ്യനയം സർക്കാർ പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.